ആദ്യം ഡോക്ടർ ഫസൽ ഗഫൂർ, ഇത് ഒരു സ്കൂളിൽ നടന്ന അധ്യാപികമാരുടെ മനസ്സിൽ മാത്രം ഉദിച്ച ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവമായി താങ്കൾ കാണുന്നുണ്ടോ? ആദ്യം തന്നെ നല്ല സമയത്താണ് നിങ്ങൾ എന്നെ വിളിച്ചിരിക്കുന്നത്. MES ഇന്ന് 100 സ്ഥലത്ത് കേരളത്തിൽ നമ്മളിപ്പോൾ ഈ ഓണം കൊണ്ടാടാനായിട്ട് തീരുമാനിച്ചു. ഇന്ന് ഓണത്തിൻ്റെ പരിപാടി നടക്കുമ്പോഴാണ് താങ്കൾ എന്നെ ഫോണിൽ വിളിച്ചത്. കോഴിക്കോട് ശ്രീമതി ടീച്ചറാണ് ഉദ്ഘാടനം. ഞങ്ങൾ വർഷങ്ങളായിട്ട് കൊണ്ടാടുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇനി താങ്കളുടെ ചോദ്യത്തിലോട്ട് വരുമ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമാണോ അല്ലേ എന്നുള്ളത് ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് നമുക്കത് കാണാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കേരളത്തിലെ മുഖ്യ സംഘടനകൾ, അതായത് 2 സമസ്ത, 2 മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, MES, ഇവരൊക്കെ ഇതിൽ വളരെ വ്യക്തമായിട്ട് മുസ്ലിം ലീഗിൻ്റെ ചന്ദ്രിക പത്രവും മാധ്യമം പത്രവും ജമാഅത്തെ ഇസ്ലാമിയുടെയാണ്. അത് അവരെന്ത് പറഞ്ഞാലും അത് ജമാഅത്തെ ഇസ്ലാമിയുടെയാണ്. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമൊക്കെ ഓണപ്പതിപ്പ് വരെ ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ ഓണം വർഷങ്ങളായിട്ട് മുസ്ലിം സംഘടനകൾ അല്ലെങ്കിൽ മുസ്ലിം വ്യക്തികൾ സ്കൂളുകൾ കോളേജിലൊക്കെ കൊണ്ടാടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ടീച്ചർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിലെ വർഗീയതയാണ് കാണിക്കുന്നത്. അവർക്ക് അതിന് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെതിരായിട്ട് തീർച്ചയായിട്ടും ആ മാനേജ്മെൻറ്റിന് നടപടി എടുക്കാവുന്നതാണ്. അവരതിനോട് അനുകൂലിക്കുന്നവരാണെങ്കിൽ അത് തെറ്റാണ്. പിന്നെ തിരിച്ചൊരു കാര്യം കൂടെ പറയാം. ഈ മുസ്ലിം സമുദായ സംഘടനകൾ എല്ലാവരും അവരുടെ ഇഫ്താറുകൾക്ക് മറ്റു മതസ്ഥരെ വിളിക്കുന്നുണ്ടല്ലോ. അത് വ്യക്തമായിട്ടുള്ള ഒരു മതപരിപാടിയാണല്ലോ ഈ ഇഫ്താർ എന്ന് പറഞ്ഞാൽ. നമ്മുടെ നോമ്പ് കാലത്ത് റമദാൻ കാലത്ത് നടത്തുന്ന പരിപാടി. അതിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും ക്ഷണിക്കുന്നുണ്ട്. മാത്രമല്ല പലപ്പോഴും BJPയുടെ അന്നത്തെ പ്രസിഡന്റ്, ഇപ്പോൾ ഗോവ ഗവർണറൊക്കെ ആയിട്ട് പിരിഞ്ഞ ശ്രീധരൻപിള്ളയാണ് കോഴിക്കോട്ടെ സ്റ്റാർ ഹീറോ, അങ്ങനത്തെ പരിപാടികളൊക്കെ. അപ്പോൾ അതെല്ലാം കാണിക്കുന്നത് ഈ ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേശീയോത്സവം മാത്രമല്ല, അതൊരു കൊയ്ത്തുത്സവം കൂടിയാണ്. ഇതേമാതിരി തന്നെ സംക്രാന്തി ആന്ധ്രാപ്രദേശിൽ, പൊങ്കൽ തമിഴ്നാട്ടിൽ, ബൈസാഖി പഞ്ചാബിലൊക്കെ കൊണ്ടാടുന്നുണ്ട്. ഈ 2 സ്ഥലങ്ങളിൽ ആന്ധ്രയിലും തമിഴ്നാട്ടിലും ഞാൻ പഠിച്ചതാണ്. MBBSനും അല്ല MDക്കും DM-നും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ടറിയാം എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അതിൽ കൊണ്ടാടുന്നുണ്ട്. അതിനൊരു ഹൈന്ദവ ആചാരമായിട്ട് ഞാൻ കാണുന്നില്ല. എന്താ കാരണം വെച്ചാൽ ഹൈന്ദവ മതം വരുന്നതിന് മുമ്പുള്ള ഒരു ആചാരമാണത്. കാരണം നമ്മുടെ സനാതന ധർമ്മത്തിന് മുമ്പുള്ള ചില കാര്യങ്ങളുണ്ടാവും, മനസ്സിലായില്ലേ? പ്രീ ഹിന്ദു അല്ലെങ്കിൽ ഹിന്ദു തന്നെ പറയാം, അത് ഹിന്ദു തന്നെയാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ആ കാലത്തുള്ള, അതായത് യുഗങ്ങൾക്ക് മുമ്പുള്ള ഒരു ആചാരം, മനസ്സിലായില്ലേ? ആ ആചാരത്തെ പറ്റിയിട്ട് അത് ആചാരമാണോ ചരിത്രമാണോ അതിലോട്ടൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് നമ്മളിവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. ഞാൻ സ്കൂളിൽ പഠിച്ചത് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലാണ്, സെൻറ്റ് ജോസഫ് മലബാർ ക്രിസ്ത്യൻ കോളേജിലും. അവിടെ ഇത് ആഘോഷിക്കുന്നുണ്ട്. MESൻ്റെ മെഡിക്കൽ കോളേജിലും ആഘോഷിക്കുന്നുണ്ട്. MESൻ്റെ എല്ലാ സ്ഥാപനത്തിലും ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വേണ്ടാത്ത വർഗീയമായിട്ടുള്ള മാത്രമല്ല പമ്പരവിഡ്ഢിയാണ് അത് സർക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവർക്കാണെങ്കിൽ അവിടെ യാതൊരു സ്റ്റാൻഡും ഇല്ല. അവർ ആ സ്ഥാപനത്തിൽ ഒരു അധ്യാപിക മാത്രമാണ്. അപ്പോൾ ആ അധ്യാപികക്കെതിരായിട്ട് ഗവൺമെൻറ് എടുത്തിട്ടുള്ള നടപടി ശരിയാണ്. കാരണം ഇത് അനാവശ്യമായിട്ട് വർഗീയമായിട്ടുള്ളൊരു വിഷയം ഉന്നയിച്ചുകൊണ്ട് വെറുതെ ഒരു കശവിഷയം ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നാണ് എൻ്റെ പ്രാഥമികമായിട്ടുള്ള അഭിപ്രായം. താങ്കൾ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന വ്യക്തി കൂടിയാണല്ലോ. 2 അധ്യാപകർ മനസ്സിൽ തോന്നിയ ഒരാശയം ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ആളുകളിലേക്ക് എത്തിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അത് മാനേജ്മെന്റ് ഭാഗത്ത് നിന്ന് ഏതെങ്കിലും നിർദ്ദേശമില്ലാതെ അങ്ങനെ നടക്കുമോ? കാരണം നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇത് ആഘോഷിച്ച് വരികയായിരുന്നു എന്ന് പറയുന്നുണ്ട്. എല്ലാ മതത്തിലുമുള്ള മക്കൾ പഠിക്കുന്നത് കൊണ്ട് എല്ലാ സെലിബ്രേഷനും നടത്തി വരികയായിരുന്നു. പക്ഷേ ഇത്തവണ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. മാത്രവുമല്ല, ഇങ്ങനെയുള്ള മറ്റ് മതസ്ഥരുടെ ചടങ്ങുകൾ ആഘോഷിക്കുന്നത് ഷിർക്കാണ്, അത് ഇസ്ലാമിന് ചേരുന്നതല്ല എന്ന തരത്തിലൊക്കെയുള്ള ന്യായീകരണങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു എയ്ഡഡ് സ്കൂളാണ്, ഇതൊരു പ്രൈവറ്റ് സ്കൂളല്ല, ഒരു CBSE സ്കൂളല്ല. അതെ, ഇത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു എയ്ഡഡ് സ്കൂളാണ്, അല്ലാതെ ഒരു പ്രൈവറ്റ് സ്കൂളോ CBSE സ്കൂളോ അല്ലെങ്കിൽ മൈനോറിറ്റി പദവിയുള്ള പ്രത്യേകതയുള്ള അറബിക് കോളേജോ മറ്റിപ്പോൾ ഒരു അറബിക് കോളേജോ അറബിക് സ്കൂളാണെങ്കിൽ വ്യത്യസ്തമാണ്. കാരണം അത് മതപഠനവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഇത് അങ്ങനെയല്ലല്ലോ, ഇതൊരു സെക്കുലർ ആയിട്ടുള്ള സ്കൂളാണ്. അവിടെ 80% സീറ്റും മെറിറ്റിലാണ് കൊടുക്കുന്നത്, മനസ്സിലായല്ലോ? എയ്ഡഡ് സ്കൂളാണെങ്കിൽ 80% സീറ്റ് മെറിറ്റിലാണ്. മാനേജ്മെൻറ്റ് സീറ്റ് എന്ന് പറഞ്ഞാൽ 20% മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവർ അധ്യാപകരായിട്ടുണ്ടാവും, വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവർ വിദ്യാർത്ഥികളായിട്ടുണ്ടാവും.
അങ്ങനെ ഇരിക്കെ ഏതായാലും ഒരു സംഘടനയും ഏറ്റിട്ടില്ലല്ലോ ഇവരെ. അപ്പോൾ അത് നമ്മൾ അങ്ങനെ അതിന് ഉത്തരം പറയേണ്ടത്. ഇത് എന്തെങ്കിലും ചിന്താഗതിൻ്റെ പുറയിലുണ്ടോ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സംഘടന ഇതിൻ്റെ പുറയിലുള്ളതായിട്ട് കാണണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കൂടെ തന്നെ സമസ്തയുടെ നാസർ ഫൈസി ഉണ്ട്. അത് ഈ ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കാം. ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം, കാരണം ഇത് ഇന്ന് വന്നിട്ടുള്ളതുകൊണ്ട് പത്രത്തിലൊന്നും ഞാൻ കണ്ടില്ല ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും. ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം മനസ്സിലായില്ല, ഏതെങ്കിലും ഒരു പ്രത്യേക സംഘടന, മുസ്ലിം സംഘടന ഒരു ആഹ്വാനം നടത്തിയിട്ടില്ല ഇത് കൊണ്ടാടേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ആരും ഒരു ആഹ്വാനം നടത്തിയിട്ടില്ല. മറിച്ച് തിരിച്ച് നമ്മുടെ പാണക്കാട് തങ്ങൾ തന്നെ, മുസ്ലിം സമുദായത്തിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള നേതാവ് എന്ന് പറഞ്ഞാൽ പാണക്കാട് സാദിഖ് അലി തങ്ങളാണ്. അദ്ദേഹം തന്നെ ക്രിസ്മസ് കേക്കായിട്ട് അദ്ദേഹം ബിഷപ്പിനെ കാണാൻ പോയി. മനസ്സിലായി, ആർച്ച് ബിഷപ്പ് കാലിക്കറ്റിലെ ചക്കാലക്കലിന്. അത് ചക്കാലക്കൽ പിതാവ് ഇന്ന് ഞങ്ങളുടെ പരിപാടിയിൽ ഇങ്ങോട്ടും പങ്കെടുക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പോക്കുള്ളത്. അപ്പോൾ ആ നിലക്ക് ആരാണെന്നുള്ളതെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അതിനെതിരായിട്ട് തക്കതായ നടപടി വേണം, അത് തീരുമാനിക്കേണ്ട മാനേജ്മെൻറ്റാണ്. തീർച്ചയായും.